കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ആദ്യം നമുക്ക് ധ്യാനം തുടങ്ങാം. ഓംകാരം നിവർന്നിരിക്കൂ. കൈകൾ ചിന്മുദ്രയിലിരിക്കട്ടെ. ഓ ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വതിയേ നമഃ. ജ്ഞാനപ്പാനം ഒന്നിച്ചു ചൊല്ലാം. മംഗളാചരണം. ഗുരുനാഥൻ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. അതിനുശേഷം അവിടെ ആ പുസ്തകത്തിൽ ഉണ്ടാവില്ല കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അതവിടെ പെൻസിലോണ്ട് എഴുതി വെച്ചാൽ മതി. അത് ചൊല്ലണം. ഭഗവാന്റെ 14 നാമങ്ങൾ. അത് പ്രഭാഷണത്തിൽ പറയാം. ഇനി കാലലീല. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ടതടിക്കൂ വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. അധികാരഭേദം. കണ്ടാലൊട്ടാറിയൊന്നു ചിലരിതു കണ്ടാലും തീരാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. തത്വവിചാരം. ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടുന്ന മുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു.
കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. കർമ്മം ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനു മേളുതല്ല നിർണയം. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിന്റെ പരിപാകവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളും ഒക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും വെള്ളോളമില്ലവർ. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാകുലത്തിങ്കൽ പിറക്കുന്നു. നരിചത്തു നരനായി പിറക്കുന്നു, നാരിചത്തുടനോയായി കുന്നുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തുചക്രിണിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. ഭാരതമഹിമ കർമ്മങ്ങൾക്കുള്ള ഭൂമിയാകില്ല ജന്മദേശമീ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മത്തെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും സത്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെഴുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം പ്രദേശമെന്നെല്ലാരും ഓർക്കണം. കലികാലമാണ് യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റിലേതുമേ യത്നമറിഞ്ഞാലും ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നോരോ മനുഷ്യർക്കും കളിക്കും നമസ്കാരം. എന്നിന്റെ കുറവ് കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതവിപ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മെ നന്നായി നിരൂപിപ്പിനെല്ലാരും ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ, നാവു കൂടാതെ ജന്മമാതാകയോ, നമുക്കിന്നീ വിനാശമില്ലായകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുവിഞ്ഞൊരു ജന്മം വാഴുതെ നാം. മനുഷ്യജന്മം ദുർലഭം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും
എത്ര ജന്മം ഹരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10 12 പോയി ഇത്ര കാലമിരിക്കൂണി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ നീർക്കോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു പുറത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകും അതെന്നേ പറയാവൂ അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നില്ലാതിരുനാമം സംസാരമാണ് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്കെ എന്നും ചിലർ അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിന്നു വേറിടാതെ കരയുന്നു ലേക്കുമേ സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോന്നേരം വസ്ത്രമാകു പോലും ഒന്നിടാ കൊണ്ടുപോകാനൊരുത്തർക്കും സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ട് ഭ്രമിക്കുന്നിതൊക്കെയും വൈരാഗ്യം എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരയുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ ഇന്നു നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരക ഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു കാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളുവിനെല്ലാരും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വദാത്രി ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലൊരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ നാമജപം ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി കൊണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധ
ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മക്കളെ പോലെ നൃത്തം പൂരിക്കണം. കാലിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരംഭങ്ങളശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കുതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. പരിതാപം മനസ്സിൽ മുഴുകേണ്ട തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കുന്നവരുടെ നാവുകൊണ്ടിരു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യർ താനും പറഞ്ഞതു. ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്ന നിങ്ങളെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. നാമങ്ങൾ ആനന്ദം കൊണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയോ തിരുനാമമാമിതു. ആമോദം കൊണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം കൊണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ തിരുനാമത്തിൻ മഹാത്മ്യമാമിതു. മതിയുണ്ടെങ്കിലൊക്കെ മതിതു തിരുനാമമാമിതു. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുളുക ഭഗവാനേ, തിരുവുള്ള മരുളുക ഭഗവാനേ. കൃഷ്ണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയവാനേ ജയ ജയ. ശ്രീകൃഷ്ണാർപ്പണം. ഹരേ നാരായണ. ആദ്യമായിട്ട് വായിക്കുന്നവരുണ്ടാവുകയെ അത് നിങ്ങളുടെ ഒരു ഭാഗ്യം. കാരണം നമ്മളുടെ ഹിന്ദു മതത്തില് സനാതനധർമ്മ വിശ്വാസികൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 2 ലക്ഷത്തിലധികം അതിൻ്റെ മറ്റു വ്യാഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ആയിട്ടുണ്ട് എന്നാ പറയാ. പക്ഷേ ഹൈന്ദവനായി ജനിച്ചിട്ട് ഇത്രയും ലളിതമായി വേദസാരം പറയുന്ന ഈ ജ്ഞാനപ്പാന പോലും ജന്മം കിട്ടിയിട്ട് ഇതുവരെ ഞാൻ കണ്ടില്ല, വായിച്ചില്ല. ദുഃഖിക്കണ്ട. കാരണം നമ്മുടെ ദുരിതം തീർന്നാലേണത്രേ ഇങ്ങനെ ഒരു സത്സംഗ വേദിയിൽ എത്തിപ്പെടും. അവിടെ എത്ര ആള് എന്നുള്ളതല്ല, ഏത് തരത്തിലുള്ള ശ്രോതാക്കള് എന്നുള്ളതാണ് പ്രധാനം. അപ്പോ 10 പേരാണെങ്കിലും ഒരു വൈശാഖ മാസത്തിൽ ഇന്ന് ഏകാദശി നോറ്റ് സത്യം പറഞ്ഞാൽ ദീപ വിളിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തില്ലായിരുന്നു. ബുക്കിൽ നോക്കിയിരുന്ന് ഏകാദശിയുടെ ബുക്കൊണ്ട് ഇങ്ങനെ ആയിട്ട് പോയി 2:30 ആയി ഈശ്വരാച്ചിട്ട് ഇങ്ങനെ ഉണർത്തും. ഉറങ്ങരുത് ആ ബുക്കിലേക്ക് നോക്കിയിരുന്ന് കണ്ടങ്ങനെ അടഞ്ഞു പോയി. അപ്പോ അതൊക്കെ ഒരു നിമിത്തം. ഞാൻ അലാറൊക്കെ വെച്ചത്, അലാറൊന്നും അടിച്ചില്ല. അപ്പോ അതൊരു ഏകാദശി നോറ്റ് ഇങ്ങനെ വന്നിരുന്ന് ഏറ്റവും വേദസാരങ്ങൾ ഇത്ര ലളിതമായി വേദസാരം പറഞ്ഞ ഒരു മഹാത്മാവ് ഇല്ല എന്നുള്ളതാണ്. വേദങ്ങൾ ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. ഈ 4 വേദങ്ങൾ മാമുനിമാർ രചിച്ചെങ്കിലും അതാണ് ശ്രുതികൾ എന്നറിയപ്പെടുന്നത്. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം. അങ്ങനെ ഒരു ശ്ലോകം നമ്മൾ കേൾക്കാറുണ്ട്. ശ്രുതിയും സ്മൃതിയും ഇത്രയേ ഉള്ളൂ
ഹിന്ദുവിന്റെ ഗ്രന്ഥങ്ങൾ. അതിൽ ശ്രുതിയിൽ വരുന്നതാണ് വേദങ്ങൾ, സ്മൃതികളാണ് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വേദാംഗങ്ങൾ അങ്ങനെ വരുന്നത്. അത്രമാത്രം മനസ്സിലാക്കുക. പിന്നെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുക. ഏതായാലും ജ്ഞാനപ്പാന, ജ്ഞാനത്തിന്റെ പാനയാണ് ജ്ഞാനപ്പാന. ആരാ എഴുതിയത്? അപ്പൊ പറയും നമ്മൾ പൂന്താനം. ഈ പൂന്താനം എന്ന് പറയുന്നത് ഒരു ഇല്ലത്തിന്റെ പേരാ. എത്ര പേര് പൂന്താനം ഇല്ലത്ത് പോയിണ്ട്? ഒന്ന് കൈ പൊന്തിച്ചേ. ഉണ്ടാവില്ല, പോയിട്ടില്ല. അതാണ് നമുക്ക് നമ്മളെ ഇവിടുന്ന് ഒരു യാത്ര പോവാ, അങ്ങനെ വേണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചിട്ട്. കാരണം ഈ പെരിന്തൽമണ്ണ കീഴാറ്റൂരാണ്. പൂന്താനം ഇല്ലം നമ്മൾ പോയി കാണണം. കാരണം പൂന്താനത്തിന് ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോയ സ്ഥലം വരെ അവിടെ ഉണ്ട്. കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ പെരിന്തൽമണ്ണയിൽ നിന്ന് 8 കിലോമീറ്റർ പോയാൽ മതി. അപ്പൊ അറിയാത്തവർക്ക് അതിനു വേണ്ടിട്ട്. അപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിച്ച് ഇങ്ങനെ വേദസാരം ഇത്ര ലളിതമായി എഴുതി വെച്ച ആ മഹാത്മാവിനെ കുറിച്ച് ഒരു കുറച്ച് സമയം പറയാം. എന്നിട്ട് ഇതിൽ പറഞ്ഞ വായിച്ചപ്പോ തന്നെ ഒരുവിധം മനസ്സിലായി കാണും. ഇനി അതിന് പ്രധാനപ്പെട്ടത് മാത്രം പറയാം. കാരണം ജ്ഞാനപ്പാന ജ്ഞാനയജ്ഞം പൊതുവെ രാവിലെ മുതൽ വൈകുന്നേരം വെച്ചാൽ എന്താണോ ഇതിൽ പറയുന്ന വേദ തത്വങ്ങളിലെ വേദമന്ത്രങ്ങൾ അവിടെ പറയാം. അതുപോലെ ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ ഇതിലുള്ളത് പറയാം. ഭാഗവതത്തിൽ ഒരുപാട് തത്വങ്ങൾ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഭാഗവത പ്രിയനായിരുന്നു പൂന്താനം തിരുമേനി. അപ്പോ അത്രയും കാര്യങ്ങളൊന്നും ഇന്ന് പറയില്ല, കാരണം കുറച്ച് സമയം നമുക്കുള്ളൂ, മതി. പക്ഷെ കുറച്ച് സമയമാണെങ്കിലും ഒരു ത്രിസന്ധ്യ സമയത്ത് കണ്ടോ, മഴ പോലും പ്രകൃതി പോലും നമുക്ക് അനുകൂല. അല്ലെങ്കിൽ കറണ്ട് പോയാൽ എനിക്കിത് വായിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതാണ് ആദ്യം വായിച്ചു തീർക്കാന്ന് വിചാരിച്ചത്, ഇടി വെട്ടിക്കഴിഞ്ഞാലേ. അപ്പൊ ഭഗവതി ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വൈശാഖല്ലേ, എന്റെ കുട്ടികളെ ജപിക്കട്ടെ, അതിനിവിടെ വരാനൊരു അനുഗ്രഹം ഉണ്ടാവുക, അത് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ പൂന്താനം തിരുമേനി ഈ കിഴാറ്റൂർ ഇല്ലത്ത് ജനിച്ച്, പക്ഷെ അന്ന് അവർക്ക് ഈ ഓത്ത് ശീലമില്ലാത്ത ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഓത്ത് ഉണ്ടായിരുന്നില്ല. ഈ വേദം ജപിക്കുന്നതിന് ഓത്ത് എന്നാ പറയാ. ഓദിക്കന്മാരാണ് വന്നിട്ട് അത് പഠിപ്പിക്കുക. തിരുമേനിക്ക് സംസ്കൃതം അത്ര വശം ഉണ്ടായിരുന്നില്ല. പക്ഷെ മഹാഭക്തനായിരുന്നു. കൃഷ്ണനെ കാണാൻ എപ്പോഴും ഗുരുവായൂർ പോവും, ഭഗവാനോട് അങ്ങനെ സംസാരിക്കും. അങ്ങനെ ആകെ 5 കൃതികളെ രചിച്ചുള്ളൂ. അതിലും പ്രധാനപ്പെട്ടതാണ് ജ്ഞാനപ്പാന. അപ്പോ ഈ മലപ്പുറം ജില്ലയിൽ ജനിച്ച് അവിടെ അത്രയും സുഹൃതിയായ ഒരു ജന്മം ഉണ്ടായി. പക്ഷെ ബ്രഹ്മദത്തൻ എന്നായിരുന്നു പേരെന്ന് പറയുന്നു, ഉറപ്പില്ല. കാരണം അന്നുള്ളവർക്കൊന്നും ഞാൻ എന്റെ എന്നുള്ള ഭാവമില്ലാത്തതുകൊണ്ട് ഈ കൃതികളിൽ പോലും അവരെഴുതിയതിൽ എവിടെ അവരുടെ ഒരു പേര് നമുക്ക് കാണില്ല. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് കുംഭമാസത്തിൽ അശ്വതി നാളാണെന്ന്. അപ്പൊ നമ്മൾ അത് പിറന്നാളായിട്ട് ഇപ്പൊ ആഘോഷിക്കുന്നു. ഈ പൂന്താനം തിരുമേനി നമ്മൾ ഈ മറ്റൊന്ന് ഈ ഇല്ലത്തിനെ കുറിച്ച് പറഞ്ഞു, പെരിന്തൽമണ്ണ. രണ്ടാമത് ഗുരുവായൂർ നമ്മളൊക്കെ പോവാറില്ലേ? എത്ര പേര് നാരായണാലയത്തിൽ കയറി തൊഴുതിട്ടുണ്ട്? അതിന്റെ പ്രാധാന്യം അതും പൂന്താനം തിരുമേനിയോട് ചേർന്നായിരിക്കുന്നത്. പോവും, അവിടെ തൊഴും. നമുക്ക് അറിയില്ല അതെന്താ അവിടുത്തെ പ്രത്യേകത എന്നുള്ളത്. അതറിയോ അതെന്താന്നോ? ഈ പൂന്താനം തിരുമേനി അവർക്ക് അവിടെ ഈ റോഡിന് അപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, കൃഷ്ണക്ഷേത്രം. അവിടെ പോയി തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ നമസ്കരിച്ച രൂപം വരെ അവിടെ അങ്ങനെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് തിരുമേനിയുടെ. അപ്പോ പൂന്താനം തിരുമേനി നമസ്കരിച്ചിരുന്ന സ്ഥലം നമുക്ക് മനസ്സിലാവും. അങ്ങനെ പ്രദക്ഷിണ വഴി പുറത്തു കൂടെ ഒക്കെ വന്ന് അപ്പോ അപ്പുറത്തെ ഇല്ലം 10 മണിക്ക് തുറക്കുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ല. പക്ഷേ തിരുമേനിക്ക് യാത്ര പോകുന്ന സമയത്ത് കൂടെ ഒരു കൃഷ്ണ വിഗ്രഹം കൊണ്ടു നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. യാത്രാവേളകളിലും സമയമായ പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഒരു കൃഷ്ണ വിഗ്രഹം നമ്മൾ ആഞ്ഞം മാധവൻ തിരുമേനിയില്ലേ, ഭാഗവതാചാര്യൻ, ഈ ആഞ്ഞം തിരുമേനിക്ക് കൊടുത്തു ഇങ്ങനെ കൂടെ കൊണ്ടു നടന്നിരുന്ന ആ വിഗ്രഹം, കൃഷ്ണ വിഗ്രഹം. ഈ ആഞ്ഞം മാധവൻ നമ്പൂതിരി മരിച്ചതിന് ശേഷം ആ വിഗ്രഹം ഗുരുവായൂർ കുളത്തിന് ഇപ്പുറത്ത് നാരായണാലയത്തില് ആഞ്ഞം തിരുമേനിയുടെ ഒരു പ്രതിമയും ഈ കൃഷ്ണ വിഗ്രഹവും കൂടി വെച്ചിട്ടാണ് ഈ നാരായണ ജപം. മനസ്സിലായോ? അവിടെയും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ അത്രയും മഹാനായിരുന്നു പൂന്താനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പൂന്താനം രചിച്ചു വെച്ച ഈ ലളിതമായ വേദസാരം ഇതിലവസാനം പറഞ്ഞില്ലേ, ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. നാരായണീയം അവസാനിപ്പിക്കുമ്പോഴും പറയുന്നുണ്ട് യതിഹ നിഗദിതം. വേദങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കൃഷ്ണ അങ്ങയുടെ നാമങ്ങൾ അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാ മാത്രം മതി. ഭാഗവതം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തന്നമാമി ഹരിം പരം. നമുക്കുള്ള കുഴപ്പം എന്താണോ, നമ്മൾ ദൂരെയുള്ള എല്ലാ സ്ഥലത്തും പോലെ ഗുരുവായൂർ തൃശ്ശൂര് എന്നാലും പോവും. അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്താണ് പറഞ്ഞത്,
കസ്തൂരി മാനിനെ പോലെയാ, ഉള്ളിലുള്ളതിന്റെ വില അറിയില്ല. അത് മാത്രമാണ് ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രന്ഥത്തിലേക്ക് വരാം. വളരെ ചുരുക്കിയാട്ടോ പറഞ്ഞത്. പിന്നെ മറ്റൊരു കഥ അറിയാലോ, മേൽപ്പത്തൂറിന്റെ കൂടെ കൂടി സന്താനഗോപാലം രചിച്ചു. ആ ഭാഷാകാവ്യത്തിന്റെ പഴയൊന്ന് തീർത്തു തരുമോന്ന് ഗുരുവായൂർ ഇങ്ങനെ അന്ന് എത്ര തിരക്കൊന്നുമില്ല പിറകില് നടന്ന് ചോദിച്ചു അത്രേ. അപ്പോ എന്ത് കാവ്യ, സംസ്കൃതാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞ അല്ല, ഭാഷാകാവ്യാണ് എന്ന് പറഞ്ഞു ഇത്ര. വളരെ പൊളായിട്ടായിട്ട് എളിമയോട് കൂടി പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു ഇത്ര, സംസ്കൃതാണെങ്കിലേ പിഴ തീർക്കൂ, വേറെ ആരെങ്കിലും നോക്കിക്കോളൂ. അന്ന് രാത്രി ഇല്ലത്തെ എത്തി കിടന്നുറങ്ങായിരുന്നു. ഇവിടെ അറിയാലോ മേൽപ്പത്തൂര്, ഇവിടെ ചന്ദനക്കാവിനപ്പുറമായിട്ട് അവിടെ വന്നു ഉറങ്ങാണ്. വാദം മാറിയതാ. പക്ഷെ അന്ന് വൈകുന്നേരം പൂച്ചി വലിക്കാൻ തുടങ്ങി കാലൊക്കെ. അയ്യോ കൃഷ്ണ, ഇതൊക്കെ മാറിയതായിരുന്നല്ലോ, എന്താ ഇപ്പൊ പിഴച്ചേന്ന് വിചാരിച്ച് അങ്ങനെ തളർന്ന് മയങ്ങിപ്പോയി ഇത്രേ. മയങ്ങി കിടക്കുമ്പോ ഭഗവാൻ ആ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറയാണ്, മേൽപ്പത്തൂരെ, അങ്ങയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് ആ കാവ്യത്തിന്റെ പിഴയൊന്ന് തീർത്തു കൊടുത്തോളൂ. പിറ്റേ ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു നേരെ പോയി. അന്ന് ഈ യാത്രയൊക്കെ കാൽനടയാണ്. പെരുന്തമണ്ണ ഇല്ലത്തെത്തി. പറഞ്ഞു ഇത്രേ, അങ്ങോട്ട് തരൂ, ഞാൻ തിരുത്തി തരാന്ന്. അതോടുകൂടി പിന്നെ വാദം ഉണ്ടായില്ല. നോക്കൂ, ഇതൊക്കെ ഒരു 400 വർഷം പിറകിൽ മാത്രം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്ന കഥകളാ. അങ്ങനെ പൂന്താനത്തിനെ ഇഷ്ടം. ഇതുപോലെ എല്ലാവരും ചേർന്നിരുന്ന ആ കൊടിമരത്തിന്റെ താഴെ സഹസ്രനാമം ഇങ്ങനെ ചൊല്ലുത്രേ. അപ്പൊ നിങ്ങൾക്കും ചൊല്ലുമ്പോ എഫ് കാണുമ്പോ ഒരു വേണോ വേണ്ടെന്നൊരു സംശയല്ലേ. അമരപ്രഭു എന്നുള്ളത് ഇദ്ദേഹം ഇത് വായിച്ചു. പൂന്താനത്തിന് അത്ര വശമില്ലല്ലോ. മരപ്രഭു എന്ന് വായിച്ചു ഇത്രേ. തെക്കേ നടക്കിലേക്കാണ് പോയിട്ടുണ്ടോ ഗുരുവായൂർ ചെന്നാ, അവിടെ മരപ്രഭുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഇത്രേ, മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഞാൻ തന്നെയാ. ഈ മേൽപ്പത്തൂരിന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ അഗ്രഗണ്യനാ. അപ്പൊ ഇത്തിരി ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാ പറയണേ. അപ്പോ ഇത് കളിയൊക്കെ ചെയ്യാം പൂന്താനത്തിന്. ഇപ്പോഴും ഉണ്ട് ഈ മേൽപ്പത്തൂരുമാരും പൂന്താനങ്ങളും നമ്മളുടെ ഇടയിൽ. നോക്കിക്കോളുണ്ടോ, ഒരു കുട്ടി വന്നിരുന്ന് ജപിക്കുമ്പോ തെറ്റിയ അവനെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് എന്താ പറയാ താറടിക്കുക പറയില്ല. അല്ലാതെ ആ മോനെ അത് തിരുത്തി ചെല്ലണം, ചൊല്ലിയത് നന്നായിട്ടോ എന്ത് പറയുമ്പോഴും നമ്മൾ ആദ്യം പോസിറ്റീവാണ് അത്രേ പറയേണ്ടത്. പിന്നെയാണ് അതിൽ ഇത്ര കുറവുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് തിരുത്തിയാൽ നന്നായിരുന്നു, അങ്ങനെ പറയണം എന്നാ. അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. മേധാസൂക്തം എടുത്തു വെച്ച വേദത്തിൽ പറയുന്നത്, ജിഹ്വാമേ മധുമത്തമ, എന്റെ നാവിൽ തേൻ പുരട്ടിയ വാക്കുകൾ വരട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും നമസ്തേ ചിരിച്ചു. എന്തൊരു സുഖ മനസ്സിനല്ലേ. ഒരാള് കണ്ട മറ്റൊരാളെ വേണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ വരുന്നതെന്ന് തോന്നില്ലേ. മനസ്സിനൊരു വിഷമാണത്. അപ്പൊ ആർക്കും വേദനകൾ കൊടുക്കാതിരിക്കണേ. ഭദ്രം കർണേഭി, എന്റെ കർണത്തിൽ ഭദ്രമായ കാര്യങ്ങൾ മാത്രം കേൾക്കണമേ. ഭദ്രം പശ്യാമി, കാണുന്നതെല്ലാം ഭദ്രമായിരിക്കണമേ എന്നായിരിക്കണം പ്രാർത്ഥന. ഇത് വേദങ്ങൾ പറയുന്നു. ഇത് തന്നെ തിരുമേനി ഇവിടെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ അറിയണം, മങ്ങാട്ടച്ഛന്റെ കഥ അറിയാലോ, ചിലർക്ക് അറിയില്ല, പറയാം. ഈ പൂന്താനം തിരുമേനി ഗുരുവായൂർക്ക് ഇങ്ങനെ പോവുക. അപ്പൊ കുറച്ച് കൊള്ളക്കാർ, അന്നൊക്കെ ഈ കൊള്ളക്കാരല്ലേ നാട്ടുരാജാക്കന്മാരുടെ ഭരണം. അപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇത്ര, കൃഷ്ണ കൊള്ളക്കാര് പിന്നാലെ കൂടി ഉണ്ട് കേട്ടോ, എന്നെ രക്ഷിക്കണേ. മനസ്സുരുകി ഉരുകി പ്രാർത്ഥിച്ചു ഇത്ര. അപ്പോ കൊള്ളക്കാരെ തടുക്കാന് മങ്ങാട്ടച്ഛന്റെ രൂപം പൂണ്ടിട്ട്, സമുദ്രിയുടെ ഒരാളാണ് മങ്ങാട്ടച്ഛൻ, അങ്ങോട്ട് വന്നിട്ട് ഈ മങ്ങാട്ടച്ഛൻ ഇവരെയൊക്കെ തുരത്തി രക്ഷിച്ചു. ഇനി ഗുരുവായൂർ കൊണ്ടാക്കി തരാൻ പറഞ്ഞ് കൊണ്ടേക്കിയപ്പോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം അങ്ങേക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഒന്നും വേണ്ട, അല്ല എന്തെങ്കിലും ഒന്ന് തരണം, കയ്യിലെ മോതിരം ഊരി കൊടുത്തുത്രേ മങ്ങാട്ടച്ഛന്. പിറ്റേ ദിവസം രാവിലെ തിരുമേനി ഗുരുവായൂർ ശ്രീലകം തുറന്നപ്പോ അരുളപ്പാടുണ്ടായിത്രേ ശാന്തിക്കാരനോട്, അതെ ഈ താഴെ ശ്രീലകത്തിന്റെ വിഗ്രഹത്തിന് താഴെ ഒരു മോതിരം കിടക്കുന്നുണ്ട് ഇത്രേ. ഈ മോതിരം നാളെ പൂന്താനം തൊഴാൻ വരുമ്പോ കൊടുക്കണം, ഇത് അദ്ദേഹത്തിന്റെയാണ്. മങ്ങാട്ടച്ഛൻ തന്റെ രൂപം പൂണ്ടു, ഭംഗിയിൽ ഭക്തനു രക്ഷ നൽകി. ഭഗവാൻ നമ്മൾ ഏത് രൂപത്തിലാ പ്രാർത്ഥിക്കുമ്പോ നേരിട്ടൊന്നും വരില്ല. ഗുരുവായൂർ പോകുമ്പോ പലപ്പോഴും അനുഭവം ഇങ്ങോട്ട് വരും, അത്രയൊന്നും ബുദ്ധിമുട്ടണ്ട, ഞാൻ സഹായിക്കാന്നുള്ള രൂപത്തിൽ ആരെങ്കിലും. അതാണ് മങ്ങാട്ടച്ഛനായി പൂന്താനത്തിന് വന്ന് രക്ഷ നൽകിയ ആ പൂന്താനം തിരുമേനിയെ നമുക്ക് ആദ്യം നമസ്കരിക്കാം. അതിനു മുമ്പ് പൂന്താനം പറയുന്നത് എന്താണോ, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, അങ്ങനെയാ തുടങ്ങുന്നത്. ഗുരുവിന്റെ പ്രത്യേകത. നമ്മളിപ്പോ ആദ്യം ഇവിടെ ദക്ഷിണാമൂർത്തി സ്തോത്രാണ് ചൊല്ലിയത്. ഗുരുക്കന്മാരിലും ഗുരുവാണ്. അറിവിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രൂപം മഹാദേവന്റെ ദക്ഷിണാമൂർത്തി, ആ സ്വരൂപ. ഇവിടെ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുക? ആചാര്യൻ
ഗുരു എന്ന് പറയുന്നവന്റെ സ്ഥാനം ആണ് അവിടെ കാണിക്കുന്നത്. കാരണം ഭഗവാൻ ഇപ്പൊ ശ്രീലകത്തുനിന്ന് വന്നിട്ട് നമുക്കിത് പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ തോന്നിപ്പിക്കും. ഒരു ജ്ഞാനയജ്ഞം വെച്ചാലും അങ്ങനെ എന്നും വന്ന് തൊഴുതു പോയാ അത് വെറും LKG എനിക്ക് പോരാ. ഇവിടെ ഇത്രയും സ്ഥലം ഇങ്ങനെ കടന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ജ്ഞാനയജ്ഞം ഇപ്പൊ നോക്കൂ, ഇതൊന്നും നിങ്ങൾ മനസ്സുകൊണ്ട് പോലെ എത്രയോ വൈശാഖ മാസം ഇവിടെ കഴിഞ്ഞു പോയില്ലേ, നമ്മൾ വിചാരിക്കാത്ത കാര്യം. അപ്പൊ അവിടെ വെച്ചു, കൃഷ്ണനെ അലങ്കരിച്ചു. ഭാരതീയപ്പോ അത് സംസാരിക്കാറുണ്ട് കൃഷ്ണനോട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് മനനം, ഭഗവാനോട് ഇങ്ങനെ സംവദിക്കൂത്രേ കുറച്ച് കഴിഞ്ഞാൽ നമ്മള്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തോന്നാണ് അപ്പൊ ഒരു ജ്ഞാനയജ്ഞം വെക്കാം. ചെറുതായാലും മതി, ഏറ്റവും ചെറുതാണ് എപ്പോഴും നല്ലത്. സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. എന്താന്ന് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാളെ ഇളകിയാൽ മതി, ഒരാൾ സംസാരിച്ചാൽ മതി, അതിന്റെ ശ്രദ്ധ പോയി. ഇതിപ്പോ മഹാദേവന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാ, അത് തന്നെ ഒരു സുഹൃതം, അങ്ങനെയാ വിചാരിക്കണം. അപ്പൊ ഗുരുനാഥൻ ആരാ? ഗുരു സാക്ഷാൽ മഹാദേവനാണ് ഗുരു. ഗുരുവിന്റെ പ്രത്യേകത പറയാം. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഗുഹ അല്ലെ, ഇരുട്ടാണ്. രു എന്ന് പറഞ്ഞാൽ രോദനം, അതിനെ നീക്കം ചെയ്യുന്നത്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കം ചെയ്ത് വിജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നവരാണ് ഗുരു. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. ആ ഗുരുനാഥൻ അനുഗ്രഹിക്കണമേ. പൂന്താനം തിരുമേനിക്ക് പലതും അറിയാം, എന്നിട്ടും ആദ്യം തന്നെ പറഞ്ഞു ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. എന്തിനാ അനുഗ്രഹിക്കണ്ടേ? ഒന്നും വേണ്ട, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും നാമം ജപിക്കുക. കാരണം നമുക്ക് ഈ ജന്മം കിട്ടി, ഒരുപാട് കാലം ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് അങ്ങനെ കഴിഞ്ഞു. അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതില്. അത് കഴിഞ്ഞു, ഒരു ജോലി കിട്ടി, എപ്പോഴും പ്രാരാബ്ദ, ഒഴിവില്ല. എല്ലാവരും പറയും അമ്മമാര് പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ ഇതൊക്കെ ചെയ്യണം എന്നുണ്ട്. ഒരുപാട് ഗ്രന്ഥം വാങ്ങി വെച്ചിട്ട് ടീച്ചറെ സമയമില്ല. ഗ്രന്ഥങ്ങള് നമുക്ക് വിലയ്ക്ക് വാങ്ങാം, അറിവിനെ വാങ്ങാൻ കഴിയില്ല. വലിയ ബെഡ് നമുക്ക് വിലയ്ക്ക് വാങ്ങാം, ഉറക്കം വാങ്ങാൻ കഴിയില്ല അല്ലെ. നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയുമോ? പക്ഷെ ബെഡ് നമുക്ക് എത്ര വേണമെങ്കിലും പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം. അതുപോലെ ഗ്രന്ഥങ്ങളും. അപ്പൊ നമ്മൾ ഈ ഗ്രന്ഥം വാങ്ങിച്ചു, ഇവിടെ തന്നെ ഇനി അർച്ചന കൊണ്ടുവന്ന് തന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു ഗ്രന്ഥപരിചയം ഗ്രൂപ്പ് ഉണ്ടാക്കിയ അതിൽ ഓരോ പേജ് ഒരു ദിവസം പറഞ്ഞ എല്ലാവരും ഒഴിവുണ്ടാകുമ്പോ അതൊന്ന് എടുത്തു നോക്കി. അപ്പൊ ഈ ഭജനാവലിയിൽ തന്നെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ രാമകൃഷ്ണ മഠത്തിൽ മാത്രമേ ഇത് കിട്ടൂ. വിളിക്കുമ്പോ സാധാരണ ഇവിടെ സ്റ്റോക്ക് ഇല്ല, കുറവാണൊക്കെ പറയും. നിങ്ങളുടെ ഭാഗ്യ. അതും കണ്ടു, അത് പിറ്റേ ദിവസം തന്നെ എത്തി തൃശ്ശൂരിൽ നിന്ന് ഇവിടെ. അപ്പൊ എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഈ ഗ്രന്ഥം ഉണ്ടായിരിക്കണം. കാരണം ഏതൊരു മതസ്ഥനും ആദ്യം സ്വന്തമാക്കുക അവന്റെ അടിസ്ഥാനമായ ഗ്രന്ഥം. ഒരു കുടിയിരിക്കൽ നോക്കൂ, ആദ്യം അവര് ഗ്രന്ഥം കൊണ്ടാണ് ഗൃഹപ്രവേശം നടത്തുക. അപ്പോ നമ്മുടെ കയ്യിൽ ഗ്രന്ഥങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ പരാജയമാണ്. ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, അടുക്കി ഇങ്ങനെ വെച്ചാൽ പോരാ. അതിന്റെ ഓരോ പേജുകളും ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി, കൃഷ്ണന്റെ പ്രത്യക്ഷ രൂപം തന്നെയാണ് ഭാഗവതം. അതുപോലെ തന്നെ ജ്ഞാനപ്പാന, ജ്ഞാനത്തിന്റെ പാന കൊണ്ടൊരു മാല കെട്ടി ഭഗവാൻ അങ്ങോട്ട് ചാർത്തി. പൂന്താനം തിരുമേനി ഇപ്പോഴും ഏറ്റവും ലളിതമായ ഗ്രന്ഥം എന്ന് ചോദിച്ച കുട്ടികൾ ഉത്തരം പറയാ ജ്ഞാനപ്പാന എന്ന. ഇവിടെ നാവ് കൂടാതെ നാമങ്ങൾ, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും ഉണ്ടാവേണമേ. അത് കഴിഞ്ഞിട്ടോ ആ നാമങ്ങൾ പിരിയാതെ ഇരിക്കണം. നരജന്മം സഫലമാക്കിയിടുവാൻ. അതെന്താ നരജന്മം? നരനും നാരായണനും കൃഷ്ണാർജുനന്മാരാ. അതായത് ഭഗവാന്റെ ഒരു സ്വരൂപം തന്നെയാണത്രേ നമ്മുടെ രൂപം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോ ബ്രഹ്മദേവന്റെ ശരീരം രണ്ടായി പിളർന്ന് സ്വയംഭൂവമനുവും രണ്ടുപേരായി എന്ന് പറയുന്നുണ്ട്. അപ്പോ സ്വയംഭൂവമനുവും ഭാര്യയായി മാറിയെന്നും അതിൽ നിന്നും സൃഷ്ടി നടന്നു. ശതരൂപയും ആയി മാറിയെന്നും അവര് സൃഷ്ടി നടത്തി എന്നും പറയുന്നു. എല്ലാ സൃഷ്ടികളും നടത്തിയിട്ടും ബ്രഹ്മദേവൻ ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കിട്ടണില്ല. അപ്പോ മനുഷ്യനെ രൂപം കൊടുത്തപ്പോഴത്രേ സന്തോഷമായത്. അങ്ങനെ നരജന്മം, അവനവന്റെ രൂപത്തിൽ തന്നെ ജന്മം കൊടുത്തു മനുഷ്യനായിട്ട്. സഫലം, ഫലം എന്ന് പറഞ്ഞാല് അതിന്റെ പഴം. ഈ ജന്മം സഫലമാവണമെങ്കിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഉണ്ടുറങ്ങി ഓരിട്ട് അങ്ങനെ കിടന്നുറങ്ങും. നമ്മളെ വിചാരം എന്താണോ, വലിയ മാളികകൾ ഉണ്ടായി, കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടായി, കുട്ടികൾ ഉയരങ്ങളിലുള്ള ജോലി നേടി എല്ലാം ആയോ. ഇതൊന്നും നമ്മളെ രക്ഷിക്കാൻ വരില്ല. അപ്പൊ എന്താ വേണ്ടത്? എന്തിനാണ് ഈ ജന്മം കിട്ടിയത് എന്നൊന്ന് ചിന്തിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കാത്തത്. മറ്റൊന്ന്, എന്തിനാണ് നമ്മൾ നാമം ചൊല്ലുന്നത്? നാമങ്ങൾ ചൊല്ലുമ്പോൾ അഗ്നിയെ പോലെ, ഈ അഗ്നി എന്ന് പറയുമ്പോൾ അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. അപ്പോ
നമ്മളത് ഒരു നാമം ചൊല്ലുക. അപ്പോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അടുത്ത വരി അതാ വരുന്നത്. അപ്പോ 14 നാമങ്ങൾ. ഏതാ 16 നാമങ്ങളല്ലേ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പൊ അതിൽ 16 നാമങ്ങളാ. എനിക്കൊന്നും അറിയില്ല എങ്ങനെ നാമം ജപിക്കണ്ടേ ചോദിക്കുമ്പോ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഓരോ നിയമങ്ങളാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞില്ല അഷ്ടോത്തരം ജപിക്കാൻ ഒരു നിയമവും ഇല്ലാന്ന്. അതുപോലെ ഒരു നിയമവും ഇല്ലാന്നൊരു നിയമമുള്ള മന്ത്രമാണ് ഈ 16 അക്ഷരങ്ങളുള്ള ഹരിരാമ മന്ത്രം. അതുപോലെ ഒരു നിയമങ്ങളും ഇല്ല ഈ 14. മിക്ക വീടുകളിലും ഇന്ന് രാവിലെ കുറെ ദിവസമായി കേൾക്കാറില്ല. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ അരിപ്പുഴയിൽ ഇറങ്ങിയപ്പോണ്ട് തിരുവപ്പുറ അമ്പലത്തില് ഇന്ന് ഇതാ വെച്ചിരിക്കുക. സാധാരണ ബ്രഹ്മമുരാരിയൊക്കെ കേൾക്കാറ്. അപ്പൊ ഞാൻ അങ്ങനെ കരുതി നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാ അത് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുമ്പോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. അപ്പൊ ആ 14 നാമങ്ങൾ അങ്ങനെ കേട്ടപ്പോ ഇന്നിപ്പോ ഇതിന്റെ ദിവസമാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് പുതിയ പുസ്തകമാണ്. ഇതിന് മുമ്പ് 25 രൂപയ്ക്ക് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആശ്രമവചനാവലി എന്ന് പറഞ്ഞിട്ട് ആലിക്കിൽ വരുന്ന ആ സമയത്ത്. അതിപ്പോ കാടാമ്പുഴ ഒരു കുട്ടിയുണ്ട്, ഗ്രൂപ്പിൽ നാമം ചെല്ലാറില്ല. ആ കുട്ടിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാവപ്പെട്ട കുടുംബം ആ കുട്ടിക്ക് കൊടുത്തു പഴയത്. അപ്പൊ ഇതിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അതിലാണ് ഇങ്ങനത്തെ യജ്ഞങ്ങൾക്കുള്ളതെല്ലാം പഠിക്കുന്ന സമയത്തെ അടയാളപ്പെടുത്തി വെച്ചതാ. എന്തെങ്കിലും ഒരു വേദി കിട്ടുകയാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പറയണം എന്ന് അന്നേ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിരുന്നു. ഒരുപാട് വേദികൾ കഴിഞ്ഞു എങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു 10 പേരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം കാണുമ്പോൾ നമുക്കത് പറഞ്ഞു തരാൻ തോന്നും. ഇനി തിരുനാമം സഫലമാക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങള് ഗുരുനാഥനാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ഗുരുവായി ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഗുരുനാഥനെ തേടി പോണ്ട, നിങ്ങളെ തേടി ഗുരുനാഥൻ ഇങ്ങോട്ട് വരും. ഒരു ഫോൺ കോളേ വേണ്ടി വന്നുള്ളൂ അല്ലെ? ഇപ്പൊ അമ്മന്നൂര് അമ്പലത്തിൽ നിന്ന് അവര് ഒരു ദിവസം രാവിലെ ഉണ്ട് വന്നിട്ടോ കോളിംഗ് ബെല്ല്. ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ, മോളിലാട്ടോ യോഗയായിട്ട്. അപ്പൊ ഉണ്ട് ബെല്ലടിക്കുന്നു. അപ്പൊ വന്നിരുന്ന 3 വ്യക്തികൾ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. അവര് അമ്മന്നൂര് സുബ്രഹ്മണ്യം കോവില ഇങ്ങനെ ഉയരത്തിലാ, പഴനി കയറും പോലെ 2 സൈഡിൽ കൂടെ കയറുക. അത്രയും സ്റ്റെപ്പ് കയറി പോയിട്ട് ഒരു ഓട്ടെ കൂടെ തൊഴാൻ പാടുള്ളൂ, അത്രയും ശക്തിയാത്ര. അവിടേക്ക് പ്രതിഷ്ഠാദനത്തിന് ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ക്ഷണിക്കാനൊന്നും വരാതെ തന്നെ നിങ്ങൾ വിളിച്ചപ്പോ എന്താ നിങ്ങളുടെ മുന്നിലേക്ക് ഭഗവതി എത്തിച്ചു തരിക, നിങ്ങൾക്ക് ഒരാളെ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് ഗുരുവിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ജ്ഞാന തിമിരാന്തസ് ഇതൊക്കെ പറയും വലിയ യജ്ഞത്തിൽ കേട്ടോ. അതൊന്നും പറയുന്നില്ല, എന്താണ് ഇത് പറയുന്നത് മാത്രം മനസ്സിലാക്കിക്കാം. കാരണം ഒരു 1.25 മണിക്കൂറേ നമ്മളെ മുന്നിലുള്ളൂ. കാലലീല, അതായത് കാലത്തിനെ കുറിച്ച് പറയാം. കാലം എന്ന് പറഞ്ഞ സമയം, സമയത്തിന്റെ ദേവനാണ് മഹാദേവൻ, അന്തിമഹാകാളൻ എന്ന് പറയും. സമയം നമ്മളെ കാത്തു നിൽക്കില്ല. നമ്മുടെ വിചാരം എന്താണോ, ഇന്നത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥം വാങ്ങിയാലുള്ള കുഴപ്പതാ, അവിടെ എടുത്തു വയ്ക്കും, നാളെ ആവാം. നമുക്ക് നാളെകളില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. ഓൺലി ടുഡേസ് നോ ടുമോറോസ്. അപ്പൊ നാളെ എന്ന് പറഞ്ഞ ഗണപതി കല്യാണം പോലെ അവിടെ വെക്കും. ഇവിടെ പറയുന്നത് എന്താണോ, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല. അപ്പോ നാളെ എന്താ അതും നമുക്ക് അറിയില്ല. ഇത് നമ്മുടെ ജീവിതം. ഇനി അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താന്ന് ചോദിച്ചാ, ഇന്നലെ എന്ന് പറഞ്ഞ കഴിഞ്ഞ ജന്മം. ഇന്നിപ്പോ അവിടെ അങ്ങനെ ജീവിക്കുന്നു, മനുഷ്യനായി ജന്മം കിട്ടി, ഭഗവാൻ ഈ സന്തോഷം, ഈ ശരീരമുള്ളതുകൊണ്ട് നാമം ചൊല്ലാലോ. നാളെ എന്ന് പറഞ്ഞ ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മം, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാ ഹിന്ദുക്കള്. അടുത്ത ജന്മം എന്താന്ന് എനിക്കറിയില്ല, ഒന്നിനും ഒരു ഉറപ്പൊന്നുമില്ല. രാവിലെ കയറി കിടന്നു നമ്മള്, ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ കിടക്കും. രാവിലെ ഉണരുമെന്ന് ഒരു ഉറപ്പില്ല നമുക്ക്. പക്ഷെ അത് പറയുന്നുണ്ടല്ലോ ഭാഗവതത്തിലെ, ഉള്ളിൽ ഉണരാൻ വേണ്ടി ഭഗവാനെ സഹായിച്ച് അംഗീകരിക്കുന്നു. അപ്പോ ഇവിടെ ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തെയും നാളെ എന്ന് പറയുന്നത് അടുത്ത ജന്മത്തെയുമാണ്. ഇതൊന്നും എന്താന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ജന്മം മനുഷ്യനായിട്ട് കിട്ടിയില്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഇന്നിക്കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിവില. ഈ തടി നമുക്ക് കിട്ടി. തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ഈ ശരീരം കിട്ടി, ഒരു ജന്മം കിട്ടി മനുഷ്യനായിട്ട്. പക്ഷെ നീർപ്പോള പോലെയുള്ള ഈ ദേഹത്തിൽ ഒരു വീർപ്പേ ഉള്ളൂ. ഇത് എപ്പോഴാ പൊട്ടുക നമുക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ കിട്ടിയ സമയം. അതുകൊണ്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സ് പൊതുവെ ഉപദേശിക്കുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോ ചെയ്യണം, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, അങ്ങനെയാ പറയാ. അപ്പോ ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോ തന്നെ ചെയ്യാം, നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാം. അതുപോലെ പറഞ്ഞത് ഈ തടി, ഈ ശരീരം, ശീര്യതേ ഇതി ശരീര. ശരീരം എന്ന് പറഞ്ഞാൽ അത് നശിക്കുന്നതാ. നോക്കൂ, 10 വർഷം മുമ്പ് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ
അല്ല. ഇനി ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടി വയസ്സാവില്ലേ? അപ്പൊ ചിലപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റിയില്ല, വരും ഇവിടെ അങ്ങനെ ഇരിക്കാൻ വയ്യ, കാല് കടച്ചില് അല്ലെ, പറ്റില്ലേ? നീന്റെയും കാര്യം തന്നെ. ഇപ്പൊ അങ്ങനെ ഇരിക്കണു, എല്ലാവരും ചോദിക്കും ടീച്ചറെ കസേര വേണോ? ഞാൻ ഇപ്പൊ വേണ്ട, പിന്നീട് വേണ്ടവരും എന്ന് പറയും. കാരണം എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, ഈ മുട്ടിന് എന്നാ വേദന വരിക അറിയില്ല. കാരണം ശരീരം നമ്മുടെ സ്വന്തമല്ല, അതുകൂടി ഇവിടെ മനസ്സിലാക്കണം. തടി എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഇത് വെറും ഒരു തടിയാ. ഒരു തടി വളർന്നു വന്നാൽ അതിങ്ങനെ ദിവസം പ്രതി വലുതാവും. പക്ഷെ അത് എപ്പോഴാണ് ഒരു ഔഷധ ചെടി നോക്കും, ഒരു തുളസി ആണെങ്കിലും അതിന് കാലാവധി ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങും. എത്ര നനച്ചാലും അതിനൊരു പ്രായമുണ്ട്, അത് കഴിഞ്ഞാൽ അത് ഉണങ്ങും. അതുപോലെ തന്നെയാ ശരീരവും. അപ്പോ ശീര്യതേ ഇത് ശരീര, ഈ നശിക്കുന്ന ശരീരം നമുക്ക് കിട്ടി, ഇത് നമ്മുടെ സ്വന്തമല്ല. നമ്മൾ പറഞ്ഞത് കേൾക്കണം. നമ്മുടെ സ്വന്തമായിരുന്നു ശരീരമെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇത് കേൾക്കണം. കേൾക്കണില്ലല്ലോ, അപ്പൊ ഇരിക്കണം, നല്ല ആഗ്രഹം, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വയ്യ. അപ്പൊ അതുപോലെ ഇതിനുള്ളിൽ ഇരിക്കുന്ന ജീവനോ, അതായത് ഈശ്വരന്റെ ചൈതന്യം എടുത്താൽ നമുക്ക് ഈ ജീവൻ ഉള്ളിൽ വെച്ചിരിക്കണേ. ഈ ജീവാത്മാവിനെ ശ്രീലകത്തിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് അങ്ങോട്ട് ചേർക്കണം. അതാണ് ഗീത കൊണ്ട് എടുത്തു വെച്ച ഒക്കെ യോഗ, സാംഖ്യയോഗം, കർമ്മയോഗം. ഈ യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരല. എന്തിന്റെ കൂടിച്ചേരല? നമ്മൾ യോഗം കൂടുക പറയില്ലേ? ജീവാത്മാവും പരമാത്മാവും ഐക്യം പ്രാപിക്കുന്ന ആ ഒരു നിമിഷമാണ് യോഗം. ഈ ശരീരം നമ്മളെ വിട്ടു പോകും, പക്ഷേ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ ജീവൻ നമ്മളെ വിട്ടു പോകുന്നില്ല. നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഭഗവാനിലേക്ക് അത് ചേരുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സുഹൃതങ്ങൾക്കനുസരിച്ച് പുണ്യങ്ങളും പാപങ്ങളും നശിക്കുന്നത് വരെ സ്വർഗത്തിലും നരകത്തിലും ഇരുന്ന് താഴേക്ക് തന്നെ, അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, വരും ചെയ്യുന്നു. അപ്പൊ തടി കിട്ടിയാൽ എന്ത് ചെയ്യണം? ഈ ശരീരം ആദ്യം തന്നെ നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. കുട്ടിയാകുമ്പോ എന്താ വിചാരിക്കുക? വയസ്സന്മാർക്കുള്ളതാണ് അമ്പലത്തിപ്പൊക്കും ഇതൊക്കെ അല്ലെ. അവിടെ ഇരുന്ന് രാമനാമം ജപിച്ചൂടെ? കുട്ടി ചോദിക്കാണ്, മുത്തശ്ശനെ അവിടെ ഇരുന്ന് രാമനാമം ജപിച്ചൂടെ? ഒന്ന് മിണ്ടാതിരുന്നൂടെ? 6 വയസ്സുള്ള കുട്ടിയാ. അപ്പൊ കുട്ടിയുടെ വിചാരം മുത്തശ്ശൻ രാമനാമം ജപിക്കാനുള്ളതാ, എനിക്ക് അതൊന്നും ബാധകമല്ല. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ മക്കൾ വളരണേ. അങ്ങനെയല്ല, ചെറുതാകുമ്പോഴേ ജ്ഞാനപ്പാന, അപ്പൊ ആദ്യം സന്ധ്യാനാമം ചെറുതാകുമ്പോൾ ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞാൽ ജ്ഞാനപ്പാന കയ്യിൽ വെച്ചൊരു മാസം അത് വായിക്കാൻ പറയും. അപ്പൊ മോള് വന്നിരുന്ന് വായിച്ചു, അവള് തെരഞ്ഞെടുത്ത് ഉത്സാഹത്തോടു കൂടി ഒപ്പിരുന്ന് വായിച്ചു. വലിയ സന്തോഷം തോന്നി. കുട്ടികൾ ഇതിലേക്ക് വരികച്ച അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ അവരത് ചൊല്ലി കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഇന്ന് മനസ്സിലാവും. അവരതിന്റെ ആ ലിറ്ററൽ മീനിങ്, വേർഡ് മീനിങ് മാത്രമേ മനസ്സിലാക്കൂ. അപ്പൊ ഇങ്ങനെ ഞങ്ങളിൽ കൊണ്ടുവന്നിരുത്തിയ, കാരണം നിങ്ങൾക്കൊരു പ്രഭാഷണ വേദിയിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് പോലും എന്ന് പറയാൻ ഗ്രന്ഥത്തിന് മുന്നിൽ ഇരിക്കാൻ കഴിയില്ല. 4 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ ഉറങ്ങാതിരിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. അപ്പോ അത്രയും സമയം ഇരിക്കാൻ ഒരു സാധാരണ നമ്മുടെ ബ്രെയിനിന്റെ ആണ് കേട്ടോ, നമ്മൾ ആ ധ്യാനിക്കുന്നതിന്റെ, നമ്മുടെ ആ ഉപാസനയുടെ അത്ര സമയം. ചിലർ പറയും ബുക്ക് എടുത്താലേ ഉറക്കം വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജില് ചൈതന്യയുടെ സ്റ്റേജ് വന്നപ്പോൾ അമ്മ ഞങ്ങളെ കൂടി അവർക്ക് ഇതാ പറയുന്നത്, ഒന്ന് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒറ്റയ്ക്കാണ്, ഇഷ്ടം പോലെ സമയമുണ്ട് ടീച്ചറെ, ബുക്ക് എടുത്താൽ എനിക്ക് ഉറക്കം തോന്നി, ഒന്നും വായിക്കാൻ പറ്റണില്ല, നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനോടൊരു വാസന വരണം. ഇങ്ങനെയുള്ള കുറെ വേദികളിൽ പോയിട്ട് ആദ്യം കുറെ കേൾക്കും, അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ അതിനെ സമാധാനിപ്പിച്ചു വിട്ടു. എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് നമ്പറൊക്കെ വാങ്ങി പോയിട്ടുണ്ട്. അവരുടെയൊക്കെ വിചാരം ടീച്ചറുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഭക്തി ഉണ്ടായി. അത് വെറുതെയാണ്. കുറെ പേര് നമ്പർ വാങ്ങും വെറുതെ, കുറെ അതുകൊണ്ട് കാര്യമില്ല. ഗ്രന്ഥങ്ങളിലൂടെ പോയി നമുക്ക് വേണ്ടി നമ്മൾ എന്നെ ശ്രമിക്കുക. അച്ഛനും അമ്മയും നാമം ചെല്ലുണ്ട്, കുട്ടിക്ക് കിട്ടുമോ? ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ നമ്മൾ തന്നെ വേണം അത് ചെയ്യാൻ. അപ്പൊ കാലലീലയിൽ പറയാ, ഇന്ന് കണ്ടതൊന്നും നാളെ നമ്മൾ കാണുന്നില്ല, നാളെ എന്താണ് വരുന്നത് എന്ന് നമുക്ക് അറിയും ഇല്ല. ഇനി അടുത്ത വരികൾ നോക്കൂ. നിങ്ങൾ പൊതുവെ ഇങ്ങനത്തെ ഇതിന് വരുമ്പോഴേ ഒരു പെൻസിലൊക്കെ കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമുക്കത് ഒന്നിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി പറയാണ്, ഏത് നേരത്താണ് മരണം എന്ന് എനിക്ക് അറിയില്ല കൃഷ്ണ. ഭഗവാനോട് നേരിട്ട് പറഞ്ഞത് തന്നെ പൂന്താനം തിരുമേനി. അപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ജനങ്ങളെ. കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഭവാൻ ആരെയാ നമ്മൾ ഭവാൻ എന്ന് വിളിക്കുക?